അങ്ങനെ ഈ വർഷത്തെ എൻ്റെ ബർത്ത്ഡേയും ഒരുപാട് സന്തോഷത്തോടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ ബർത്ത്ഡേയും ഓരോ മെമ്മറീസാണ് എനിക്ക് തരാറുള്ളത്. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഉണ്ണിക്കുട്ടനും അമ്മയും അച്ഛനും ശ്രീകുട്ടി എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എല്ലാവരും വീട്ടിൽ, അതായത് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞാൻ ഉറക്കൊണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യലൊക്കെ ലാസ്റ്റ് കാണിച്ചു തരട്ടെ എന്തൊക്കെയായിരുന്നു. രാവിലെ തന്നെ ഞാനും ഉണ്ണിക്കുട്ടനും കൂടി അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ വന്നിട്ടുണ്ട്. പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ എല്ലാ ഏപ്രിൽ 14 വിഷു വരുന്നതുകൊണ്ട് തന്നെ വിഷുവും കൂടി നമ്മളന്ന് ആഘോഷിക്കും. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ, അതായത് ഏപ്രിൽ 15 വിഷു വരുന്നത്. പിന്നെ നേരെ പോയി പ്രാർത്ഥിച്ചു, പ്രസാദം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈകുന്നേരമാണ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. ഞാൻ എനിക്ക് എടുത്തു തന്ന ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ അമ്മയച്ഛനും വീട്ടിൽ നിന്നുള്ള അമ്മയച്ഛനും ക്ഷണിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവരിപ്പോൾ എത്തും. പിന്നെ വൈകുന്നേരം ശ്രീകുട്ടി പോയി എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അന്നേരം അവൾ കടയിൽ പോകാൻ നേരം എന്നോട് കള്ളം പറഞ്ഞിട്ടാണ് പോയത്. അവൾക്ക് എന്തോ പാൻറ് എന്തോ മേടിക്കാനെന്നും പറഞ്ഞ് പോയതാണ് കേട്ടോ. പക്ഷേ ചുമ്മാതായിരുന്നു. എനിക്കുള്ള ചോക്ലേറ്റ് മേടിക്കാനായിട്ട്. നമുക്ക് നേരെ കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് പോയാലോ. അപ്പോൾ വീട്ടിൽ നിന്നും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ 2 വീട്ടിൽ നിന്നും കൂടി എനിക്ക് 2 കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കേക്ക് കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്യാനായിട്ട് എടുത്തും ദേ ഒരാൾ വന്നേക്കുന്നു. എന്നെ മാത്രം എന്താ ആരും ക്ഷണിക്കാത്തെന്നുള്ള നോട്ടായിരുന്നു കേട്ടോ അവൻ്റെ കണ്ണിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലാസ്റ്റ് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഈ ഡ്രസ്സാണ് ഇവിടുത്തെ അച്ഛനും അമ്മ എനിക്ക് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് മേടിച്ച് തന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഈ ഒരു കളർ ഞാൻ തപ്പി നടക്കുമായിരുന്നു. പെട്ടെന്ന് എനിക്ക് ബർത്ത്ഡേക്ക് ഇത് കൂടി കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അതിനിടയ്ക്ക് കേക്ക് ഷെയർ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അടുത്ത ഗിഫ്റ്റ് ഇത് അച്ഛൻ്റെ ഗിഫ്റ്റാണ്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഫോൺ ഗിഫ്റ്റായിട്ട് കിട്ടുമെന്ന്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ. അതായത് ഫോൺ ഇല്ല എന്നല്ല, ഫോൺ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് കിട്ടുന്നത്. അതും ഈ ഫോണും കൂടി ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഇനി എന്തൊക്കെയാണ് ഫുഡ് സ്പെഷ്യൽ ഉണ്ടായിരുന്നത് നമുക്ക് നോക്കിയാലോ. ഇതെല്ലാം അമ്മയുടെ സ്പെഷ്യലാണ്. എല്ലാവരും കഴിച്ച് പകുതിയായപ്പോഴാണ് ഞാൻ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. എയർ ഫ്രൈ ചെയ്ത ചിക്കൻ, അതുപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സ്, ചിക്കൻ കറി, ഇടിയപ്പം, ഫ്രൈഡ് റൈസ്, ചപ്പാത്തി എല്ലാം ഉണ്ടായിരുന്നേ. കൂട്ടത്തിൽ പഴമൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. വേണ്ടുള്ളവർക്ക് കഴിക്കാമല്ലോ. പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ തൊട്ടേ ഒരിടത്തിരിക്കാതെ ഒരാൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അമ്മ എങ്ങും ഇരുന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ എല്ലാം, അതായത് പുറത്തുനിന്ന് മേടിക്കാതെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണമെന്ന് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി, അതായത് ഞങ്ങളുടെ 2 പേരുടെ ഫാമിലീസും കൂടി അടിച്ച് പൊളിച്ച് അങ്ങനെ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം, കൂട്ടത്തിൽ ഒരുപാട് മെമ്മറീസും ഉണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ്